നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. MP ആയിരുന്നപ്പോഴടക്കം വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുന്തിയ പരിഗണന നൽകി വന്നിരുന്നതെന്ന് മന്ത്രി MB രാജേഷ്. തൃത്താല മണ്ഡലത്തിലും വിദ്യാഭ്യാസ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. മന്ത്രി MB രാജേഷ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുന്തിയ പരിഗണന നൽകി വരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി MB രാജേഷ് സൂചിപ്പിച്ചു. താൻ MP ആയിരിക്കുമ്പോഴും പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുന്തിയ പരിഗണന നൽകിയിരുന്നത്. തൃത്താല മണ്ഡലത്തിലും എൻലൈറ്റ് തൃത്താല പോലെയുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായാണ് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. MLA എന്ന നിലയിൽ ഇവിടുത്തെ MLA എന്ന നിലയിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എൻലൈറ്റ് എന്നാണ് അതിന്റെ പേര്. അതിൽ നിങ്ങൾ പലരും ഏതെങ്കിലും നിലയിൽ പങ്കാളിയായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻലൈറ്റ് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു മട്ടനാട് സ്കൂളിൽ വെച്ച്. നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ. കുറേ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കേരളത്തിൽ നിന്ന് തന്നെ കിട്ടാവുന്ന ഏറ്റവും മികച്ച വിദഗ്ധരെ നമ്മളവിടെ കൊണ്ടുവന്നിരുന്നു. തുടർന്ന് നിങ്ങൾക്ക് പോകാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, മികച്ച കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ എക്കാലത്തും, ഇപ്പോൾ മാത്രമല്ല നേരത്തെ പാലക്കാട് MP ആയിരുന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ള മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവിൽ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ മാത്രമല്ല, അതിനപ്പുറം മറ്റെവിടെയും ചെയ്യാത്ത തരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ, അതാണ് പെൻലൈറ്റിലൂടെ തൃത്താലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രഡിക്റ്റഡ് സ്കോളർഷിപ്പ് ഉണ്ട്. പഠിക്കാൻ നല്ല മിടുക്കരും എന്നാൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങേയറ്റത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുമായ കുട്ടികൾക്ക് മാസം 1000 രൂപ വീതം 100 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രൗഡ് ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. കേരളത്തിലെ വേറൊരു മണ്ഡലത്തിലും നടപ്പാക്കുന്നില്ല, തൃത്താലയിൽ മാത്രമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് പഠനം മുന്നോട്ട് പോകുന്ന അനേകം കുട്ടികളുണ്ട്. ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്തിരുന്ന മിടുക്കരായിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ ഈ നിലയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എൻലൈറ്റ് സമഗ്ര പരിപാടിയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും കൊടുക്കുന്ന ഒന്നാണ് എൻലൈറ്റ്. ബാങ്ക് പ്രസിഡന്റ് KA ഷംസു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ചാത്തപ്പൻ, സെക്രട്ടറി VM സന്തോഷ് കുമാർ, TK വിജയൻ, കക്കാട്രി ലോക്കൽ സെക്രട്ടറി TK വിജയൻ, ബാങ്ക് ഡയറക്ടർ ഷാഹുൽ ഹമീദ്, VM രാജീവ്, CP റസാഖ്, K സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഷഹല, ഫാത്തിമ സന KV. സുസ്ഥിര തൃത്താല 10 കർമ്മ പദ്ധതിയുടെ ഭാഗമായി വരുന്ന കാവുകളുടെ സംരക്ഷണം, പച്ചത്തുരുത്ത് വ്യാപനം പദ്ധതിയുടെ ഭാഗമായി പുതിയ പച്ചത്തുരുത്ത് ആരംഭത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം നടന്നു. സെമിനാറുകൾ അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാനത് മുഴുവൻ വിശദീകരിക്കുന്നില്ല. ഒരു 10 കർമ്മ പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മണ്ണ്, ജലം, ജലസ്രോതസ്സുകൾ എന്നിവ സംരക്ഷിക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ്. ഇക്കൊല്ലത്തെ ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ആസ്വദിച്ചല്ലോ ഇല്ല? അതികഠിനമായിട്ടുള്ള ചൂടാണ് നമ്മൾ വേനലിനെയാണ് അഭിമുഖീകരിച്ചത്. ഇവിടെ നേരത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞല്ലോ, ഗ്ലോബൽ വാർമിംഗ്. നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെന്ന് മനസ്സിലായിട്ടില്ല? ആഗോള താപനം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഒരു സിനിമയിൽ ഇന്നസെന്റ് തെറ്റിയിട്ട് ആളോക താപനം എന്ന് പറയുന്നുണ്ട്. തൃത്താല പഞ്ചായത്തിലെ കണ്ണനൂർ കണിശാഖമന അങ്കണത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A കൃഷ്ണകുമാർ, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, വാർഡ് മെമ്പർ ഫർഹാന ഹക്കീം, മെമ്പർമാരായ പ്രീത, ദീപ, പരിസ്ഥിതി പ്രവർത്തകനായ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ എന്നിവർ സംസാരിച്ചു. പദ്ധതി വിശദീകരണം സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ സിബിൻ നിർവഹിച്ചു. തുരുത്ത് നിർമ്മിക്കുന്നതിനായി സ്ഥലം നൽകിയ കണിശാഖമനയുടെ ഉടമസ്ഥൻ KM വേണുവിനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ സ്വാഗതവും
തൃത്താല ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ കെ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. നവകേരളം കർമ്മ പദ്ധതി, ഹരിത കേരള മിഷൻ ബ്ലോക്ക് RP നീരജ രാമദാസ്, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, വിവിധ സ്കൂളുകളിലെയും തൃത്താല ഗവൺമെന്റ് കോളേജിലെയും NSS യൂണിറ്റ്, വായനശാല പ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, പരിസരവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. മുഹമ്മദ് മൂസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ഒരുക്കിയത്. കുടുമുണ്ട ബാബു സോട്ടൂത്തിൽ വെച്ചായിരുന്നു അനുമോദന സദസ്സ് നടത്തിയത്. മുഹമ്മദ് മോസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽപ്പെട്ട പല ഭാഗങ്ങൾ VTയുടെ നാട്, പുനശ്ശേരി നമ്പി ഇല്ലേ, പുന്നശ്ശേരി നമ്പിയുടെ നാട്, സംസ്കൃതത്തിന് അല്ലെ, സരസ്വതിക്ക് അയിത്തമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ തലമുറക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ, അതൊക്കെ കൊണ്ടുവന്ന വലിയ മാറ്റങ്ങളുണ്ട്. ഇവിടെയാണ് ജാതിയും മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യരൊന്നായി ജീവിക്കാനുള്ള ഒരു കോളനി ആദ്യമായി ആരംഭിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മണ്ണും നമ്മുടെ മണ്ണാണ്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്ന ആര്യാപള്ളം പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പോരാട്ടം നടന്ന മണ്ണ് കൂടിയാണ് ഈ മുതുതല പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പിന്നീട് കർഷക തൊഴിലാളികൾ അടക്കമുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ തുടർച്ചയായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൽ നിന്ന് ഉയർന്നു വന്ന ആളുകൾ ജനപ്രതിനിധികളായി ഗ്രാമപഞ്ചായത്തിലും മറ്റുമൊക്കെ ജനപ്രതിനിധികളായി വന്നപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബുഷറ സമദ്, സുബൈദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു, സെക്രട്ടറി സുരേഷ് കുമാർ, സജിത, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ കൂറ്റനാട് ജാറം പള്ളിക്ക് സമീപം പ്ലാസ്റ്റിക് മാലിന്യവും മെഡിക്കൽ വേസ്റ്റുകൾ എന്നിവ PWD വകുപ്പ് തള്ളുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ചാലിശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റ് അമീർ അബ്ബാസ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ, സലീം KV, ഹമീദ്, റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് വിമുക്ത കേരളത്തിനായി പ്രചരണം ചെയ്യുന്ന തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് PWD വകുപ്പിന്റെ ഈ സമീപനമെന്നും മാലിന്യം എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പള്ളി പരിസരത്ത് ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള കച്ചറകൾ ഇവിടെ കൊടുത്തിട്ട് പരിസരത്തുള്ള ഒരുപാട് വീടുകൾ ഉള്ള സ്ഥലത്താണ് ഇത്രയും കച്ചറകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ശക്തമായ നടപടി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും PWDയുടെ ഭാഗത്ത് നിന്ന് ആരാണെങ്കിലും അത് കോൺടാക്ട് എടുത്ത ആരാണെങ്കിലും അവരുടെ ഭാഗത്ത് ഉണ്ടാവണം. ഇത് പരിസരത്ത് ഒരുപാട് രോഗങ്ങൾ പടർത്തുന്ന വളരെ ബുദ്ധിമുട്ടൊരു കാര്യം. പാതയിൽ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ആ സംസ്ഥാന ഹൈവേയിൽ കൂറ്റനാട് പള്ളിക്ക് എതിർവശത്തായി ഈ കാണുന്ന രീതിയിൽ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ PWDയുടെ ഭാഗത്തുള്ള കരാറുകാരനാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഇവിടെ കൊടുന്ന് ഡംപ് ചെയ്തിരിക്കുക. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ കൊടുത്തിട്ടെന്ന് ഇവിടുത്തെ പ്രത്യേകിച്ച് വല്ല വർക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊതുമരാമത്ത് പ്രവൃത്തികളോ ഇവിടെ നടക്കുന്നില്ല. മറിച്ച് വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ സംസ്ഥാന ഹൈവേയുടെ എതിരാണ്. സംസ്ഥാന ഹൈവേയിൽ കൂറ്റനാട് പള്ളിക്കും അതുപോലെ തന്നെ പെട്രോൾ പമ്പിനും അതുപോലെ തന്നെ ധാരാളം വീടുകളുള്ള ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് വന്ന് പരിശോധിക്കുന്ന നോക്കുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യും മനസ്സിലാകും ഇത് ഇത്തരത്തിലുള്ള ഒരു ആശുപത്രി മാലിന്യങ്ങൾ, സിറിഞ്ചും അതുപോലെ തന്നെ മരുന്നുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം,
വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന ഡ്രൈവർമാരെ ആദരിച്ചു. AV സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ മുതിർന്ന ഡ്രൈവർമാർക്ക് ആദരം നൽകിയത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം. യൂണിയൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AV സുരേഷ് ആദർ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ബസ് വ്യവസായമാകട്ടെ തകർന്നുപോയിരിക്കുന്നു. 30,000-ലധികം ബസ് ഉണ്ടായിരുന്നത് 6,000-ഓളമായി ബസിന്റെ എണ്ണങ്ങളൊന്നും നോക്കിയാൽ മതി. വലിയ തോതിൽ എണ്ണം കുറഞ്ഞു. ദീർഘദൂര സർവീസുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഉൾനാടൻ സർവീസുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. ഇതെല്ലാം പുതിയ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ വ്യവസായ നയത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിൽ ഉള്ള മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് യോജിക്കാവുന്ന ആളുകളുമായി മുഴുവൻ ചേർന്നുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് AARTWF. അതിന്റെ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് C. അലി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KN കൃഷ്ണകുമാർ, CP അബ്ദുൽ നാസർ, VV ശ്രീധരൻ, K. സതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദര സദസ്സ് സംഘടിപ്പിച്ചു. ആറങ്ങോട്ടുകര മേഖലയിലെ SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും മികച്ച ഹെഡ് മാസ്റ്റർക്കുള്ള അവാർഡ് ലഭിച്ച മൊയ്തീൻ കുട്ടി മാസ്റ്റർ, കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാരം ലഭിച്ച കുട്ടൻ വൈലി, കലാസാഗർ പുരസ്കാരം നേടിയ ആറങ്ങോട്ടുകര ശിവൻ എന്നിവർക്കുള്ള ആദരവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ ഗുഡ്ലൈറ്റ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ER റെനിൻ, കറുകപ്പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ശശി പ്രശോഭ് കുമാർ, PA ലിയാസ്, KA സദാക്കത്ത്, PR രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എന്നോടൊപ്പം ആദരിക്കപ്പെട്ട പ്രിയ സുഹൃത്തുക്കള് ശ്രീ ശിവൻ ആറങ്ങോട്ടുകര, അതുപോലെ തന്നെ കുട്ടൻ വൈലി, ഇവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളെക്കാളൊക്കെ ഉപരി +2 SSLCക്കും ഉയർന്ന മാർക്ക് നേടിയ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും അഭിനന്ദനം അറിയിക്കുകയാണ്. ആദരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അംഗീകാരമാണ്. ഇതിന് തൊട്ടു മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഇതിന്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ ബാലേട്ടൻ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇതേ കുട്ടിക്കാലത്തിലൂടെ വളർന്നു വന്നവരാണ് ഇവിടെയുള്ള പലരും. വല്ലപ്പുഴ ചെറുകോട് മഹാദേവ പന്തൽ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. വല്ലപ്പുഴ ചെറുകോട് ശ്രീ മഹാദേവ പന്തൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തിയത്. ജൂൺ 1 മുതൽ 7 വരെയായിരുന്നു സപ്താഹം. കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ. യജ്ഞം സമാപിച്ചു. യജ്ഞ സമാപനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. കല്ലമ്പള്ളി നാരായണ നമ്പൂതിരി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇംഗ്ലീഷ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കല്ലമ്പള്ളി നാരായണ നമ്പൂതിരി നിർവഹിച്ചു. മലയാളം വെബ്സൈറ്റ് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി നിർവഹിച്ചു. ഫേസ്ബുക്ക് പേജിന്റെ ഉദ്ഘാടനം വാസുദേവൻ നമ്പൂതിരിയും നിർവഹിച്ചു. യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മുഖ്യ കാര്യദർശി CP ബാലഗോപാൽ നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ S. ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. T. ഉണ്ണികൃഷ്ണൻ, CP ഉണ്ണികൃഷ്ണൻ, ഭാസ്കരൻ നായർ ചെറുകോട് തുടങ്ങിയവരും പങ്കെടുത്തു. പ്രസാദൂട്ടും ഉണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളും യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു. ശങ്കരായ 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 മംഗളം, ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം, ശങ്കരായ 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 മംഗളം,
ശങ്കരി മനോഹരായ ദേവരാജ സേവ്യമാന പാവനാഘ്രി പങ്കജം വ്യാളയജ്ഞസൂത്രമിന്ദുശേഖരം കൃപാകരം നാരദാദിയോഗിവൃന്ദവന്തിതം ദിഗംബരം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ ശങ്കരായ ശങ്കരായ മംഗളം ശങ്കരി ഭാനുകോടി ഭാസുരം ഭവാബ്ധിതാരകം പരം നീലകണ്ഠനും സിദ്ധാർത്ഥദായകം ത്രിലോചനം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.